ടെന്നീസിന്റെ ചരിത്രം പല തലമുറകളെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ആന്ദ്രെ അഗാസിയും പീറ്റ് സാംപ്രസും ബോറിസ് ബക്കറും. ഇവർ പകർന്ന വീര്യം അതിന്റെ മഹത്വം ഒട്ടും ചോരാതെ 21ാം നൂറ്റാണ്ടിന് സമ്മാനിച്ച റോജർ, റാഫ, ജോക്കോ, മുറെ. വർഷത്തിൽ 4 തവണ വിരുന്നെത്തുന്ന ഓരോ പോരിലും ടെന്നീസിനെ ഏറ്റവും ആകർഷകമായ വ്യക്തിഗത കായിക ഇനമാക്കി ലോകത്തിന്റെ നെറുകയിലെത്തിച്ച 4 അതികായർ. റോജർ ഫെഡററിന്റെ കാൽപ്പനിക കവിതയിലും റഫേൽ നാദാലിന്റെ പവർ ഗെയിമിലും പരിക്കുകളെ അതിജീവിച്ചു 20 വർഷത്തോളം ടെന്നീസ് കോർട്ടിൽ വിയർപ്പൊഴുക്കിയ ആൻഡി മുറയിലൂടെയും ടെന്നീസിന്റെ ആത്മാവ് വേരറ്റു പോകാതെ പോരാട്ടം തുടരുന്ന നൊവാക് ജോക്കോവിച്ചിലൂടെയും ദശകങ്ങൾ പിന്നിട്ടു. ഒരേ കാലഘട്ടത്തിൽ ഇതിഹാസ തുല്യരായ 4 പേരുകൾ. കായിക ലോകത്ത് അധികം കേട്ടുകേൾവിയില്ലാത്ത ആ പ്രതിഭാസത്തിൽ അവർ മാത്രമല്ല, അവരിലൂടെ ടെന്നീസും വളരുകയായിരുന്നു. കളിമൺ കോർട്ടിലും വിംബിൾഡണിലും മറ്റനേകം ATP ടൂർണമെന്റുകളിലും 4 പേരും ചേർന്നൊഴുക്കിയ വിയർപ്പിൽ ടെന്നീസ് എന്ന കായിക ഇനം തന്നെ പുനർവ്യാഖ്യാനം ചെയ്യപ്പെട്ടു. കഴിഞ്ഞ 20 വർഷക്കാലം ടെന്നീസിന്റെ ശ്വസനവായുവായി നിലകൊണ്ട 4 പേരിൽ 3 പേരും കളി അവസാനിപ്പിച്ചിരിക്കുന്നു. ശേഷിക്കുന്നത് ജോക്കോവിച്ച് മാത്രം. ഇതാണ് കോർട്ടിലെ പഴങ്കഥകൾ. എന്നാൽ ടെന്നീസിലെ പുതുയുഗ പിറവി തങ്ങളിലൂടെയാകുമെന്ന് 2 യുവരക്തങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. കരുത്തും സാങ്കേതിക തികവും കായികക്ഷമതയും സമം ചാലിച്ച 2 പേരുകൾ, ജെന്നിക് സിന്നറും കാർലോസ് അൽക്കാരസും. ഏകാഗ്രതയിലും അസാമാന്യമായ മനക്കരുത്തിലും പരസ്പരം വെല്ലുവിളിക്കാൻ പ്രാപ്തിയുള്ള ഇവരിലൂടെ ടെന്നീസ് ക്ലാസിക്കുകളുടെ നിർവചനം തന്നെ മാറി മറിയുകയാണ്. കൃത്യമായ സെർവുകളും തന്റെ നിയന്ത്രണത്തിലുള്ള ബാക്ക് ഹാൻഡുകളും സിന്നറിന്റെ ആയുധങ്ങളെങ്കിൽ അതിവേഗ ആക്സലറേഷനും നെറ്റിലെ കൈയടക്കവും അൽക്കാരസിനെ വേറിട്ട് നിർത്തുന്നു. 5 മണിക്കൂറും 29 മിനിറ്റുകളും നീണ്ട ഫ്രഞ്ച് ഓപ്പൺ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഐതിഹാസികമായ കലാശപ്പോരിലൂടെ പാരീസിലെ റോളൻ ഗാരോസിന് തീ പിടിപ്പിച്ചവർ. അടിയും തിരിച്ചടിയും കണ്ട മത്സരത്തിൽ 2 സെറ്റുകൾക്ക് പിന്നിൽ നിന്ന ശേഷം അൽക്കാരസ് സിന്നറിനെ മുട്ടുകുത്തിക്കുമ്പോൾ ഇരുവരും ചരിത്രത്താളുകളിൽ ഇടം പിടിച്ചു കഴിഞ്ഞിരുന്നു. ഫ്രഞ്ച് ഓപ്പണിലെ അന്നത്തെ പാപക്കറ 1 മാസങ്ങൾക്കിപ്പുറം വിംബിൾഡണിന്റെ പുൽത്തകടിയിൽ സിന്നർ കഴുകിക്കളഞ്ഞു. ശേഷം 2 പേരും നേർക്കുനേർ വന്നത് സിൻസിനാറ്റി ഓപ്പൺ ടൂർണമെന്റിലായിരുന്നു. എന്നാൽ കലാശ പോരാട്ടത്തിൽ കോർട്ടിലിറങ്ങിയ സിന്നർ തന്റെ അനാരോഗ്യം കാരണം മത്സരം പൂർത്തിയാക്കാതെ മൈതാനം വിട്ടു. ഒടുവിൽ കഴിഞ്ഞ ദിവസം നടന്ന US ഓപ്പണിന്റെ ഫൈനൽ മത്സരം. 4 സെറ്റുകൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ അൽക്കാരസിന് തന്റെ 4ാം ഗ്രാൻഡ് സ്ലാം കിരീടം. വീണ്ടും ഒരിക്കൽ കൂടി ലോക 1ാം നമ്പറുകാരനെന്ന ഖ്യാതിയും. പോരാട്ടങ്ങൾ ഇപ്പോഴും നിലച്ചെന്ന് പറയാനായിട്ടില്ല. ജനുവരിയിൽ നടക്കാനിരിക്കുന്ന ആസ്ട്രേലിയൻ ഓപ്പണിന്റെ പുൽത്തകടുകൾ തങ്ങളുടെ ഊഴം കാത്തു കിടക്കുന്നു. പോരാട്ടത്തിന്റെ തീച്ചൂളയിൽ ഇവരിനിയും ഏറ്റുമുട്ടും. സ്വപ്നസുന്ദരമായ ആ സെർവുകൾക്ക് നാം കാതോർത്തിരിക്കും.